മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഉണ്ണിയെയും കൊണ്ട് കമലേശ്വരത്ത് എത്തുകയാണ് എസ് ഐയുടെ ആ വിരട്ടിലിൽ ശരിക്കും വിരണ്ട് പോകുന്ന ഉണ്ണിയാണെന്നുണ്ടെങ്കിൽ താൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ബാഗ് എടുത്ത് എസ് ഐക്ക് കൊടുക്കുന്നുണ്ട്. അത് തുറന്നു നോക്കുന്നതും അതിനുള്ളിൽ നിറയെ പണമാണ് കേട്ടോ കാണുന്നത്. ശേഷം നിന്റെ അമ്മയും പെങ്ങളും നീ ചെയ്ത കുറ്റം എന്താണെന്നറിയാതെ താഴെ നിൽക്കാണ്. ഇതവരെ കാണിച്ച് അവരോടെല്ലാം പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിയെയും കൂട്ടിക്കൊണ്ട് താഴേക്ക് ചെല്ലുകയാണ് കേട്ടോ. ഇതേ സമയം കണ്ണനും മഹിയും വരുന്നുണ്ട്. അവിടെ നിൽക്കുന്ന ദുർഗയോടും മഞ്ജുവിനോടായിട്ട് എന്താ ഇവിടെ പോലീസൊക്കെ എന്ന് ചോദിക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല, ഉണ്ണിയെയും കൊണ്ട് പോലീസ് മുറിയിലേക്ക് പോയിരിക്കുകയാണെന്നെല്ലാം കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ ദുർഗ. ഇതേ സമയം ഉണ്ണിയെയും കൊണ്ട് പോലീസ് താഴേക്ക് എത്തുന്നുണ്ട്. ഇത് കണ്ട് കണ്ണനും മഹിയും ദുർഗയും മഞ്ജുവും എല്ലാം ശരിക്കും നടുക്കത്തോടെ നോക്കുന്നുണ്ട് കേട്ടോ. ഉണ്ണിക്കാണെങ്കിലും അവരെ കണ്ടിട്ട് ശരിക്കും വല്ലാതാവുന്നുണ്ട്. ശേഷം എന്തു പറ്റി സാറിന് കണ്ണൻ തിരക്കുമ്പോൾ ഇവൻ പെട്ടെന്നൊന്ന് പണക്കാരനാകാൻ നോക്കിയതാണ്. കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പേരിൽ പലരിൽ നിന്നും പലപ്പോഴായിട്ട് പണം ഈടാക്കി. അമ്മയും പെങ്ങളും കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ബാഗ് തുറന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എസ് ഐ. അതിലെ പണം കാണുന്നതും എല്ലാവരും ശരിക്കും ഞെട്ടുന്നുണ്ട്. നാണം കെട്ട് തല കുനിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ ഉണ്ണിയുടെ. തുടർന്ന് നിനക്ക് ഇത്രയ്ക്ക് പണത്തിന്റെ ആവശ്യമുണ്ടോ ഇരുന്നൂടായെന്ന് ഉണ്ണിയോടായിട്ട് ചോദിക്കുന്നുണ്ട് കണ്ണൻ. ഞാൻ കമലോഫ്സ്റ്ററും ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD ആണെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ പരിചയപ്പെടുത്തുന്നു. അത് താങ്കളായിരുന്നോ? ഇത്രയും വലിയൊരു കമ്പനിയുടെ ഉടമയുടെ അനിയന് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്ന് എസ് ഐ ചോദിക്കുമ്പോൾ അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത് സാറിന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. തുടർന്ന് കുടുംബത്തിന്റെയും കമ്പനിയുടെയും ഒക്കെ പേര് കളയാനായിട്ട് ഇങ്ങനെ ചിലര് ജനിക്കും, ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തേ പറ്റുള്ളൂ സാർ എന്നും പറയുന്നുണ്ട് കേട്ടോ എസ് ഐ. ശേഷം ഉണ്ണിയെയും കൊണ്ട് പോലീസ് പോകാൻ തുടങ്ങുന്നതും ഒരു അബദ്ധം പറ്റിപ്പോയതായിരിക്കും സാറേ, മാപ്പാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കരുണ ദുർഗയാണെങ്കിൽ എസ് ഐയുടെ മുന്നിൽ കരഞ്ഞപേക്ഷിക്കുന്നുണ്ടെങ്കിലും കള്ളപ്പണം വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്. അത്തരം കുറ്റക്കാരെ പോലീസ് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. ഇവന് മാത്രമായിട്ട് ആ നിയമം ഒന്നും പൊളിച്ചെഴുതാൻ പറ്റില്ല എന്നെല്ലാം എസ് ഐ പറയുമ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അബദ്ധം ഉണ്ണിയേട്ടന് പറ്റുന്നത് എന്ന് പറയുന്ന മഞ്ജുവിനോട് അതൊക്കെ വെറുതെ തോന്നുന്നതാണ്, ഇത്തവണ പിടിച്ചു കഴിഞ്ഞാൽ ഇതിനു മുൻപ് ചെയ്തിട്ടുള്ള കുറ്റങ്ങളും താനേ പുറത്തു വരും, അല്ലെങ്കിൽ ഞങ്ങൾ അതൊക്കെ പറയിപ്പിക്കുമെന്നും പറയുന്നുണ്ട് കേട്ടോ എസ് ഐ. ഇത്തരക്കാരോട് ഒരു ദയാദാക്ഷിണ്യവും കാണിക്കാൻ പാടില്ല സാറിന് കണ്ണൻ പറയുന്നത് കേട്ട് ദുർഗയും മഞ്ജുവും ഉണ്ണിയും ഞെട്ടിത്തരിക്കുന്നുണ്ട്. മാന്യമായിട്ടുള്ള ശമ്പളവും ഇൻസെന്റീവും ഒക്കെ ഇവന് കമ്പനിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതല്ലാതെ ഇങ്ങനെ ഒരു കുറ്റം ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു ഇവന്? അതുകൊണ്ട് തന്നെ നിയമം അനുശാസിക്കുന്ന ഏത് ശിക്ഷയും ഇവന് കൊടുക്കാം എന്ന് തന്നെ എസ് ഐയോടായിട്ട് കണ്ണൻ പറയുന്നുണ്ട്. ഇതുപോലെയുള്ളവരെയൊക്കെ കമ്പനിയിൽ വെച്ചുകൊണ്ടിരുന്നാൽ കമ്പനി പൂട്ടിക്കിട്ടേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനെയും കൊണ്ട് കമലേശ്വരത്ത് നിന്നും ഉണ്ണിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് കേട്ടോ എസ് ഐ. തുടർന്ന് എന്നെയും തന്നെയും ഒരുപാട് വേദനിപ്പിച്ചിട്ടാണ് അവൻ ഈ വീട് വിട്ടിറങ്ങിയത്, അതിനുള്ള ചെറിയ ശിക്ഷയാണ് അവനിത് കിട്ടിയിരിക്കുന്നത് എന്ന് മഹിയോട് പറയുന്നുണ്ട് കണ്ണൻ. പിന്നീട് ദുർഗയാണെങ്കിൽ എന്റെ കുഞ്ഞിന്റെ ഭാവി ഇതോടെ ഇല്ലാതാകും സാറേ, അതുകൊണ്ട് എന്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നെല്ലാം എസ് ഐയുടെ മുന്നിൽ ദുർഗ യാചിക്കുമ്പോൾ ഞാൻ ഒരിക്കൽ പറഞ്ഞല്ലോ ഇവന് വേണ്ടിയിട്ട് നിയമമൊന്നും പൊളിച്ചെഴുതാൻ സാധിക്കില്ല, തലസ്ഥാനത്ത് ഒരുപാട് കള്ളപ്പണം ഒഴുകുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട്, ഇവന് മാത്രമല്ല കള്ളപ്പണം എത്തിച്ചു കൊടുക്കുന്ന പലരെയും ഞങ്ങൾക്ക് പൊക്കാനുണ്ട് എന്ന് എസ് ഐ പറയുന്നുണ്ട് കേട്ടോ ദുർഗയോടായിട്ട്. തുടർന്ന് നീ എന്തിനാ മോനെ ഇങ്ങനെ ചെയ്യാൻ പോയത് എന്ന് ദുർഗ ചോദിക്കുമ്പോൾ ഇപ്പൊ എനിക്ക് കിട്ടുന്ന പണം ഒന്നിനും തികയാത്തത് കൊണ്ട് എന്ന് മറുപടി കൊടുക്കുന്നുണ്ട് ഉണ്ണി. തുടർന്ന് ഇവൻ പറഞ്ഞത് കേട്ടല്ലോ, ഇത്തരക്കാര് നാളെ വീടൊക്കെ കുത്തി തുറന്ന് അതിനുള്ളവരെയെല്ലാം കൊന്ന് പണവും സ്വർണവും ഒന്നും മോഷ്ടിക്കാനും മടിക്കില്ല, ഇങ്ങനെയുള്ളവരെ മാതൃകാപരമായി ശിക്ഷിക്കാൻ ഞങ്ങൾക്ക് പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിയെയും കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ എസ് ഐ. ഉണ്ണിയെയും കൊണ്ട് പോലീസുകാര് പോകുന്നത് കണ്ട് അലമുറയിട്ട് കരയാണ് കേട്ടോ ദുർഗയും മഞ്ജുവും കൂടിയിട്ട്. ശേഷം വേഗം തന്നെ കണ്ണന്റെ അടുത്തേക്ക് ചെന്നിട്ട് നിനക്ക് അവനോട് ഒരുപാട് ദേഷ്യമുണ്ടെന്ന് അമ്മയ്ക്കറിയാം, പക്ഷെ ഇപ്പൊ അതൊന്നും നോക്കേണ്ട സമയമില്ല, നീ ആരെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് അവനെ ഒന്ന് രക്ഷിക്കാൻ നോക്കടാ എന്ന് പറയുമ്പോൾ ഇതൊക്കെ മീഡിയാസ് അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണെന്ന് മഞ്ജുവും പറയുമ്പോൾ നാണം കെടണമെന്നും കമലേശ്വരത്തെ പയ്യന് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്ന് എല്ലാവരും അറിയട്ടെ എന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ അവരോട്. അവൻ നിന്റെ അനിയനല്ലേടാ എന്ന് ദുർഗ ചോദിക്കുമ്പോൾ അനിയനായാലും ചേട്ടനായാലും അവൻ ചെയ്തിരിക്കുന്നത് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ്, നിയമത്തിന് എല്ലാവരും അതീതരാണ്, അതിൽ നിന്നും ഒരുത്തനെ മാത്രം മാറ്റി നിർത്താൻ പറ്റില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. ഇതിൽ ആ മേഘനും പങ്കുണ്ടായിരിക്കുമെന്ന് മഴി പറയുന്നത് കേട്ട് ദേഷ്യം വരുന്നുണ്ട് ദുർഗയ്ക്കും മഞ്ജുവിനും. തുടർന്ന് കണ്ണൻ പറയുന്നുണ്ട് മേഘനും മാത്രമല്ല അവന്റെ അച്ഛനും പങ്കുണ്ടാവും, എല്ലാവർക്കും ഇതിൽ പങ്കുണ്ടായിരിക്കും, ഒടുക്കം ഇവൻ മാത്രം ഇതിൽ പെട്ടെന്നേ ഉണ്ടാവുള്ളൂ എന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ. മേഘൻ അത്യാവശ്യം കള്ളത്തരങ്ങളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ്, അത്തരക്കാർക്ക് ഇരു ചെവി അറിയാതെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഉണ്ണി ഞാനുമായിട്ട് കുറെ നാളായിട്ട് വഴക്കിലാണ്, കരുണയ്ക്കും അവളുടെ വീട്ടുകാരുടെയും മുന്നിൽ താൻ ഏതോ വലിയ സംഭവമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പേരും പറഞ്ഞ് കള്ളപ്പണം വാങ്ങിയിരിക്കുന്നത് എന്നും കണ്ണൻ പറയുന്നുണ്ട്. ഇനി ഇത് കേസായി കഴിഞ്ഞാൽ ഞാനും കോടതിയിലേക്ക് പോകേണ്ടി വരും, കാരണം കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അവന്റെ പേരിലല്ല എന്റെ പേരിലാണ്,
എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ നീ ഒരു വക്കീലല്ലേടാ മോനെ, അപ്പോൾ പിന്നെ അവനെ നിനക്ക് ജാമ്യത്തിൽ ഇരുത്തിക്കൂടെ എന്ന് ദുർഗ ചോദിക്കുമ്പോൾ ഇതിനു വേണ്ടിയിട്ട് കോടതിയും പോലീസ് സ്റ്റേഷനും ഒന്നും കയറി ഇറങ്ങാൻ എന്നെ കിട്ടില്ല, നല്ലൊരു വക്കീലിനെ വെക്കുകയും ഇല്ല എന്നും ദുർഗയുടെ മുഖത്ത് നോക്കി തന്നെ തുറന്നടിക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. ഇത് കേൾക്കുന്ന മഞ്ജു ആണെങ്കിൽ എന്തിനായിട്ടാ കുടുംബത്തിനകത്ത് ഒരാൾക്കൊരു കഷ്ടകാലം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വാശി എന്ന് ചോദിക്കുമ്പോൾ ഇതെന്റെ വാശിയല്ല, അവൻ ചെയ്ത തെറ്റിനോടുള്ള എന്റെ നിലപാടാണ്. എന്റെ അച്ഛനായിട്ടുണ്ടാക്കിയ കമ്പനിയാണെന്നും മാത്രമല്ല കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ കമ്പനിയെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് ഞാനാണ്. ഇതുവരെ ഒരു കളങ്കവും ആ കമ്പനിക്ക് ഉണ്ടായിട്ടില്ല. അച്ഛന്റെ മരണശേഷം എന്റെ അമ്മാവൻ നേതൃനിരയിലേക്ക് വന്നിരുന്നു. അന്ന് മാത്രമാണ് കുറച്ചെങ്കിലും അഴിമതി നടന്നിട്ടുള്ളത്. കുഞ്ഞുനാൾ മുതൽ അമ്മയുടെ മോൻ ഫോളോ ചെയ്തിരുന്നത് എന്നെയല്ല മേഘനയാണ്. അതിന്റെ എല്ലാ കുഴപ്പങ്ങളും അവനുണ്ട്. പിന്നെ ചില ഗുണങ്ങൾ അവന് കിട്ടിയെന്ന് മാത്രം എന്ന് ഉണ്ണിയെ കുറിച്ച് കണ്ണൻ എണ്ണി എണ്ണി പറയുമ്പോൾ ഇതൊക്കെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണോ കണ്ണ എന്ന് ദുർഗ ചോദിക്കുന്നതും സമയം ഏതായാലും ശരി എന്നെ കൊണ്ട് ഈ കേസിൽ ഇടപെടാൻ പറ്റില്ല എന്ന് തന്നെ തീർത്ത് പറയാണ് കേട്ടോ കണ്ണൻ ചെയ്യുന്നത്. ആങ്ങളെ വിളിക്ക്, എന്നിട്ട് അങ്ങേരോട് പറ ആങ്ങളെയും ആങ്ങളയുടെ മോനും കൂടി വഷളാക്കിയ പുന്നാര മരുമകനെ പോലീസ് കൊണ്ടുപോയിന്ന്. ഇനി മേഘനെ ശരിക്കൊന്ന് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അമ്മാവിന്റെ വീട്ടിലും പോലീസ് കയറുമെന്ന് പറയാൻ പറ്റില്ല എന്നും കണ്ണൻ സത്യം തുറന്നടിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഉണ്ണിക്കൊരു കൂട്ടായിട്ട് അമ്മാവനും മേഘനും ജയിലിൽ എത്തൂ എന്ന് കണ്ണൻ പറയുന്നത് കേൾക്കുന്ന മഞ്ജു ആണെങ്കിൽ എല്ലാവരും ജയിലിലും കോടതിയിലും ഒക്കെ ആവുന്നതാണല്ലോ നിങ്ങൾക്കിഷ്ടം എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും അങ്ങനെ കിടക്കില്ല, പക്ഷെ തെറ്റ് ചെയ്തവർക്ക് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ കയറി ഇറങ്ങേണ്ടി വരും, ജയിലിൽ കിടക്കേണ്ടി വരും എന്നും മഞ്ജുവിന് ചുട്ട മറുപടി തന്നെ കണ്ണൻ കൊടുക്കുന്നുണ്ട്. ശേഷം വാമനെ വിളിക്കാനായിട്ട് പോകുന്ന ദുർഗയോടായിട്ട് കണ്ണൻ പറയുന്നുണ്ട് ആ വഴി നോക്കുന്നതാണ് നല്ലത്, കാരണം അങ്ങേരെ അത്യാവശ്യമൊക്കെ തെറ്റ് ചെയ്തതുകൊണ്ട് തെറ്റുകാരെ പുറത്തിറക്കാനായിട്ട് അങ്ങേർക്ക് ഒരു താല്പര്യം കാണും എന്നൊക്കെ പറയുമ്പോൾ മിണ്ടരുത് നീ, ഈ വീട്ടിൽ ആർക്കെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ അവരെ രക്ഷിക്കാനായിട്ട് മുന്നിട്ടിറങ്ങുന്നത് നീയായിരുന്നു. പക്ഷേ ഇവള് വന്നതിന് ശേഷം നീ കണ്ണിൽ ചോരയില്ലാത്തവനായി എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ മഹിയെ കുറ്റപ്പെടുത്തുന്ന ദുർഗയോട് മഹി എന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഞാൻ ദുഷ്ടനാവുകയല്ല ചെയ്തത്, കുറച്ചുകൂടി നല്ലൊരു മനുഷ്യനായി എന്ന് പറഞ്ഞുകൊണ്ട് മഹിക്ക് കട്ട സപ്പോർട്ടായിട്ട് തന്റെ നിലപാട് തുറന്നടിക്കുകയാണ് കേട്ടോ കണ്ണൻ ചെയ്യുന്നത്. തുടർന്ന് മുൻപും ഇത്തരം കേസുകളിലൊന്നും ഞാൻ ഇടപെട്ടിട്ടില്ല, മാത്രമല്ല ഉണ്ണിയുടെ കല്യാണത്തിന് മുൻപ് അവൻ ഇത്തരം കേസുകളിൽ ചെന്ന് പെട്ടിട്ടുമില്ല. പിന്നെ മേഘൻ മാത്രമാണ് അല്പമെങ്കിലും വളഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ചിട്ടുള്ളത്. ഇപ്പോ എന്നെ വെല്ലുവിളിച്ചിട്ട് അമ്മയുടെ മോൻ എവിടേക്കാണ് പോയതെന്നും എനിക്ക് മനസ്സിലായി. അവന്റെ കയ്യിൽ കള്ളപ്പണം ഉള്ളതുകൊണ്ട് എന്നെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാമെന്ന് അവന് തോന്നിക്കാണും എന്ന് കണ്ണൻ പറയുമ്പോൾ ദൈവം പോലും പൊറുക്കാത്ത കാര്യങ്ങളാണ് ഉണ്ണി ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോയതെന്ന് മഹി പറയുന്നത് കേൾക്കുന്ന ദുർഗ നീ മിണ്ടരുതെന്ന് പറഞ്ഞുകൊണ്ട് മഹിയുടെ നേരെ പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ. എന്റെ വീട്ടിൽ മിണ്ടാനുള്ള അധികാരം എന്റെ ഭാര്യയ്ക്കും ഉണ്ട് എന്ന് കണ്ണൻ പറയുന്നത് കേൾക്കുന്ന ദുർഗയാണെങ്കിൽ ദേഷ്യത്തോട് കൂടിയിട്ട് എന്റെ ഭാര്യ എപ്പോഴാണ് ഇവള് നിന്റെ ഭാര്യയായത്? അതിനു മുൻപ് നിനക്ക് അമ്മയും ഭാര്യയും പെങ്ങളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതെ, ഈ പറയുന്നവരൊക്കെ എനിക്കുണ്ടായിരുന്നു, പക്ഷെ അവരുടെയൊക്കെ മനസ്സിൽ എന്തായിരുന്നു എന്നുള്ളത് ഈ അടുത്ത കാലത്താണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ഈ വീൽ ചെയറിൽ നിന്ന് എഴുന്നേൽക്കരുതെന്ന് ഒരിക്കലും ആഗ്രഹിക്കാത്തവരാണ് ഈ പറഞ്ഞവരൊക്കെ എന്നും അവരുടെ കള്ളത്തരം കണ്ണൻ തുറന്നു പറയുന്നുണ്ട്. അതും ഇവള് നിനക്ക് ഓതി തന്നതായിരിക്കും എന്ന് ദുർഗ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോൾ ഒരിക്കലുമല്ല, തോമസ് വൈദ്യൻ പ്രൂവ് ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ. മരുന്നിൽ മായം കലർന്നിട്ടുണ്ടെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു എന്ന് പറയുമ്പോൾ അങ്ങനെ മരുന്നിൽ വിഷം കലർത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇവരായിരിക്കും എന്ന് മഹിയെ കുറ്റപ്പെടുത്തി പറയുന്ന മഞ്ജുവിനോട് അങ്ങനെ മരുന്നിൽ മായം കലർത്തുന്ന ഒരാൾക്ക് എന്നെ നിർബന്ധിച്ച് എന്റെ കാല് പിടിച്ച് തോമസ് വൈദ്യന്റെ അടുത്തേക്ക് ചികിത്സയ്ക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഇനി സ്വന്തം ഭാഗത്തെ തെറ്റുകൾ മൂടി വെക്കാനായിട്ട് മഹിയെ പ്രതിയാക്കാനായിട്ട് നോക്കണ്ട. നീ പറഞ്ഞല്ലോ മീഡിയാസ് ഒക്കെ ഇപ്പൊ ഇവിടെ വരും ഇതറിഞ്ഞിട്ടെന്ന്. അതേ വരും. ഉണ്ണി മാത്രമല്ല കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസും ഇതിന്റെ പേരിൽ പരാമർശിക്കപ്പെടും. കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലെ സീനിയർ സൂപ്പർവൈസറെ അറസ്റ്റ് ചെയ്തു എന്നായിരിക്കും വാർത്ത വരാൻ പോകുന്നത്. കാരണം കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പേരിലാണ് അവൻ കള്ളപ്പണം വാങ്ങിയിരിക്കുന്നത്. കമ്പനിയോടുള്ള കസ്റ്റമേഴ്സിന്റെ വിശ്വാസമായിരിക്കും നഷ്ടപ്പെടാൻ പോകുന്നത്. ഞാനൊരു ഫിനാൻസിയേഴ്സ് നടത്തുന്ന ആളാണ്. നിത്യേന ഒരുപാട് ആളുകളുടെ കാശ് കൈകാര്യം ചെയ്യുന്നവനാണ്. ഇനിയിപ്പോ കാശ് പലിശയ്ക്ക് കൊടുക്കുന്ന സമയത്ത് അത് കള്ളപ്പണമാണോ എന്ന് എല്ലാവർക്കും സംശയം തോന്നും. അതിനുള്ള സാഹചര്യമാണ് അമ്മയുടെ മോനായിട്ട് ഇപ്പൊ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്റെ കമ്പനിയെ ചീറ്റ് ചെയ്ത ഒരുവന് ഒരു സഹായം ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട എന്ന് കണ്ണൻ വീണ്ടും തന്റെ നിലപാട് അവിടെ തുറന്നടിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് എന്റെ മുന്നിൽ നിന്ന് ആരും വായിട്ടലയ്ക്കുകയും വേണ്ട എന്നും കണ്ണൻ പറയുന്നത് കേൾക്കുന്ന ദുർഗ മഞ്ജുവിനോടായിട്ട് നമുക്ക് വാമേട്ടനെ വിളിക്കാം മോളെ, ഇവന്റെ ഭാര്യ പറയുന്നത് മാത്രമേ കേൾക്കൂ, അത്രയ്ക്ക് ഇവൾ അവനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അവിടെ നിന്ന്
നിന്നും പോവാണ് കേട്ടോ ദുർഗയും മഞ്ജുവും കൂടിയിട്ട്. ശേഷം മഹിയോടായിട്ട് കണ്ണൻ ചോദിക്കുന്നുണ്ട്, താൻ എന്താ ഒന്നും പറയാത്തത്, അല്ലെങ്കിൽ മഞ്ജുവിന്റെ കല്യാണത്തിൽ പങ്കെടുക്കണമെന്ന് പറയുന്നത് പോലെ ഉണ്ണിയെ രക്ഷിക്കണമെന്ന് താനും പറയുമായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ഇക്കാര്യത്തിൽ ഞാൻ അങ്ങനെ പറയില്ല കണ്ണേട്ടാ. കാരണം അത്രയ്ക്കും മോശമായിട്ടുള്ള കാര്യങ്ങളാണ് അവസാനമായിട്ട് ഉണ്ണി ഇവിടെ നിന്നുകൊണ്ട് കണ്ണേട്ടനെയും എന്നെയും കുറിച്ച് പറഞ്ഞത്. അവന്റെ അഹങ്കാരത്തിലുള്ള തിരിച്ചടിയാണ് അവനിപ്പോ കിട്ടിയിരിക്കുന്നത്. അതിന്റെ പുറകെ നമ്മൾ എന്തായാലും പോകണ്ട എന്ന് മഹി പറയുന്നത് കേട്ട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ കണ്ണന്. ശേഷം ഒരു വക്കീലായിരുന്നിട്ട് കൂടി ഉണ്ണിയെ രക്ഷിക്കാനായിട്ട് കണ്ണൻ പോവാത്തതിനെ മേഘൻ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ, ഞാനും ഈ ഇടപാടിൽ പങ്കാളിയാണെന്നും അവനെ വേണ്ട രീതിയിൽ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ എന്റെ പേരും അവൻ പറയുമെന്ന് പറഞ്ഞുകൊണ്ട് വാമൻ വല്ലാതെ തന്നെ ഭയപ്പെടുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ മേഘന് പിന്നാലെ നിങ്ങളും കമ്പനിയിൽ നിന്ന് പുറത്താകുമെന്ന് സീമന്തിനി പറയുമ്പോൾ, എന്നെ ഇതിനു മുൻപും കമ്പനിയിൽ നിന്നും പിരിച്ചുവിടാനായിട്ട് നോക്കിയതാണ് അവന്റെ അച്ഛൻ, അതിനുശേഷമാണ് അവൻ ചത്തുപോയത് എന്ന് വാമൻ പറയുന്നത് കേൾക്കുന്ന മേഘൻ, ആ കൊലപാതകത്തിൽ അച്ഛൻ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് മേഘൻ തുറന്ന് ചോദിക്കുമ്പോൾ അത് കേട്ട് ഒന്ന് പതറിക്കൊണ്ട്, എനിക്കൊരു പങ്കുമില്ല എന്നും ഇനി നീയായിട്ട് അതിൽ പങ്കുണ്ടാക്കാൻ ശ്രമിക്കണ്ട എന്നും വാമൻ പറയുന്നുണ്ട് കേട്ടോ. അവന്റെ അച്ഛൻ ഒരുപാട് അഹങ്കരിച്ചപ്പോൾ ദൈവമായിട്ടാണ് തിരിച്ചുകൂടി കൊടുത്തിരിക്കുന്നത്, അതിന്റെ ഇരട്ടിയായിട്ടാണ് മോനിപ്പോ അഹങ്കരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ശരിവെച്ചുകൊണ്ട് സീമന്തിനെയും പറയുന്നുണ്ട്, പെണ്ണ് കെട്ടിയ ചിലര് പെൺകോന്താന്മാരാവും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനൊരു മാറ്റം ഞാൻ ഒരിക്കലും കണ്ണനിൽ നിന്നും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പോൾ, അവന് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു പെണ്ണിനെയാണ് കിട്ടിയിരിക്കുന്നത്, സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണിനെ എന്ന് മേഘൻ പറയുന്നത് കേൾക്കുന്ന സീമന്തിനി, അപ്പോ അവള് സുന്ദരിയാണെന്നുള്ള ബോധം നിനക്കുണ്ട്, അതുകൊണ്ടായിരിക്കും നീ അവളുടെ പുറകെ നടന്നത് എന്ന് സീമന്തിനി ചോദിക്കുന്നത് കേട്ട് വല്ലാതാവുന്നുണ്ട് കേട്ടോ മേഘൻ. തുടർന്ന്, നീ അവളുടെ പുറകെ നടന്നിട്ടുണ്ട്, അവളുടെ കയ്യിൽ നിന്നും അടിയും വാങ്ങിയിട്ടുണ്ട്, അത് നിന്റെ അച്ഛനും അമ്മയായ ഞങ്ങൾക്ക് അക്കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. പിന്നെ അതിനെപ്പറ്റി കൂടുതൽ ചോദിക്കാത്തത് അത് അത്ര വലിയ ആനക്കാര്യം അല്ലാത്തത് കൊണ്ടാണ്. ഇതിങ്ങനെ കൊട്ടിക്കൊഴിച്ച് നീയും കണ്ണനും തമ്മിൽ ശത്രുത ഉണ്ടാക്കേണ്ട കാര്യമൊന്നും അവൾക്ക് ഇല്ലായിരുന്നു എന്നും വാമൻ പറയുന്നുണ്ട്. തുടർന്ന് അവളുടെ ഉപദേശവും കേട്ട് അവനീ പോയിക്കൊണ്ടിരിക്കുന്നത് നാശത്തിലേക്കാണെന്ന് പറയുമ്പോൾ സീമന്തിനി പറയുന്നുണ്ട്, അവൻ ഒരിക്കലും തോമസ് വൈദ്യന്റെ വീട്ടിൽ പോയി കിടക്കരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അവൻ നടന്നുകൂടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ഒരു രക്ഷയില്ല എന്നും സീമന്തിനി പറയുമ്പോൾ, അവൻ കിടക്കട്ടെ എന്നേ, അവൻ അവിടെ പോയി കിടക്കുന്നതാണ് നമുക്കും നല്ലത്, അവിടെ കിടന്നിട്ട് അവൻ മടങ്ങി അവന്റെ വീട്ടിലേക്ക് വരാതിരുന്നാൽ പോരെ എന്ന് മനസ്സിൽ എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ പറയുന്നുണ്ട് കേട്ടോ മേഘൻ. ശേഷം നീ പെട്ടെന്ന് റെഡി ആയിട്ട് വാ, നമുക്ക് ആ ചെറുക്കനെ എങ്ങനെയെങ്കിലും ജാമ്യത്തിലെടുക്കണം എന്ന് പറയുമ്പോൾ, അവന് ജാമ്യം കിട്ടുമോ വാമേട്ട എന്ന് സീമന്തിനി ചോദിക്കുമ്പോൾ, കിട്ടിയില്ലെങ്കിൽ കിട്ടിക്കണം, കണ്ണന്റെ അത്ര പോലും മനക്കെട്ടിയില്ലാത്തവനാണ് ഉണ്ണി, പോലീസുകാര് മനസ്സറിഞ്ഞ് 2 തല്ലു കൊടുത്താൽ അവന്റെ നാവിൽ നിന്നും എല്ലാം പുറത്തു വരുമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഭയപ്പെടുന്നുണ്ട് കേട്ടോ വാമൻ. അങ്ങനെ എങ്ങാനും ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കള്ളപ്പണ കേസ് മാത്രമല്ല മറ്റു പലതും പുറത്തു വരും. ഈ കള്ളപ്പണം കടത്തുന്നത് ആദ്യമായിട്ടൊന്നുമല്ല, കൺസ്ട്രക്ഷന്റെ പേരും പറഞ്ഞ് ഒരുപാട് തവണ ഞാനും ഇവനും കൂടി അത് ചെയ്തിട്ടുണ്ട്. 1-2 തവണയായിട്ടുള്ളൂ ഉണ്ണി ഇതിൽ പങ്കാളിയായിട്ട്, അതും അവന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട്. ഭാര്യയുടെ മുന്നിൽ ഞെണിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് ശമ്പളത്തോടൊപ്പം കിമ്പളം കൂടി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവനെ ഞങ്ങളുടെ കൂടെ കൂട്ടി, അത് കോടാലിയാവുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് സീമന്തിനിയുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട് കേട്ടോ വാമൻ. ശേഷം ഉണ്ണിയെ ജാമ്യത്തിലെടുക്കാനായിട്ട് വാമനും മേഘനും കൂടി പോവാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നീട് കണ്ണേട്ടാന്ന് വിളിച്ചുകൊണ്ട് കണ്ണന്റെ പുറകെ ചെല്ലുന്ന മഹിയോടായിട്ട്, എന്റെ അമ്മയും പെങ്ങളും പറഞ്ഞത് തന്നെയാണോ താനും പറയാൻ വരുന്നത്? എന്റെ അച്ഛൻ ഉണ്ടാക്കിയെടുത്ത കമ്പനിയുടെ സൽപ്പേരാണ് അവൻ ഒറ്റ ദിവസം കൊണ്ട് കളഞ്ഞു കുളിച്ചത്, അങ്ങനെ ഒരുത്തനെ ഞാൻ രക്ഷിക്കണോ എന്ന് ചോദിച്ചുകൊണ്ട് മഹിയുടെ നേരെ ചൂടാവുകയാണ് കേട്ടോ കണ്ണൻ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ കണ്ണേട്ട എന്ന് മഹി പറയുന്നതും, പക്ഷേ താൻ സംസാരിച്ചു വന്നപ്പോഴേ അതിലേക്കാണ് താൻ പോകുന്നത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് വല്ലാതെ അമർഷം കൊള്ളുന്ന കണ്ണന് മുൻപിൽ വല്ലാതായി നിൽക്കുന്ന മഹിയെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്